ഹായ് നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഐഷ ഷംസ്, ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരി ഷീജയുടെ മനയിലെ അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കോവിലകത്ത് അവിയലാണ്, പാലക്കാട്. അപ്പോൾ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ക്യാരറ്റ്, മുരിങ്ങക്കായ, അതേപോലെ തന്നെ ബീൻസ്, പച്ചവാഴക്ക, കോവയ്ക്ക, ഇത്രയും കഷ്ണങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കിയെടുക്കട്ടെ. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാനുള്ള മത്തന്, പടവലങ്ങ, വെള്ളരിക്ക, ഇതൊന്ന് ആവി കയറ്റിയതിന് ശേഷം മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ ചട്ടീൻ്റെ ചുറ്റുഭാഗത്തൊന്ന് ആ വെളിച്ചെണ്ണ തട്ടുന്ന സമയത്ത് ഇത് അടി പിടിക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പ് ഇപ്പം തന്നെ ഇടില്ല, കുറച്ച് കഴിയും. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടുപ്പിൽ വെക്കുന്നത്, കണ്ടോ. എന്നിട്ട് അടുത്ത കഷ്ണങ്ങൾ ഞാനിതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ആ മെല്ലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ആവി കടന്നിട്ട് ഇത് വെന്ത് വരും കേട്ടോ. വെള്ളം ഒഴിക്കണം നിർബന്ധങ്ങളില്ല. ഇനി നിങ്ങൾക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിയൽ സാമ്പാർ പോലെ ലൂസായിട്ട് വരും. അവിയൽ ഇങ്ങനെ വിട്ട് നിൽക്കണം. അപ്പോൾ വിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടം തോന്നുള്ളൂ അവിയലിന്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് അരമുറി തേങ്ങ, ചെറിയ ജീരകം 1 ടീസ്പൂണ്, അതേപോലെ 5 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇവ നല്ലോണം ചതച്ച് വെക്കണേ മിക്സിനകത്ത്. എന്നിട്ട് മിക്സിനകത്ത് ചതച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നും കൂടി തുറന്നിട്ട് ഒന്നും കൂടി മെല്ലെ ഇളക്കി കൊടുക്കുക. ചവിയലിൻ്റെ കഷ്ണങ്ങൾ ഉടയാതെ പോവുക. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങ ചതച്ചത് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ടിട്ട് മെല്ലെ അമർത്തി വെക്കുക. ഇപ്പം തന്നെ തുറന്ന് നമ്മളൊന്നായിട്ട് മിക്സ് ചെയ്യരുത്. മെല്ലെ അമർത്തി വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മളൊരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് മെല്ലെ എന്നതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ റബ്ബേ, അവിയലിനകത്ത് നിന്ന് വരുന്നൊരു മണം ഉണ്ടല്ലോ, അപാരാണ് കേട്ടോ. എപ്പോഴും അവിയൽ വയ്ക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയൊക്കെ മണം ഒന്ന് മുന്നോട്ട് നിൽക്കണം. ഇപ്പോൾ കണ്ട വെളിച്ചെണ്ണ ഞാൻ 2ാമത്തെ പ്രാവശ്യം ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പച്ചക്കറി വേവിച്ചിരുന്നു. അപ്പോൾ തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം വരും. എന്നിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് തട്ടിപ്പൊത്തി നന്നായിട്ട് വയ്ക്കുക. പിന്നീട് നമ്മൾ തൈരിട്ടത്, ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തൈരിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, ആരും മറക്കരുത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതുപോലത്തെ ഒരു അവിയൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഈ അവിയലിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബായ്.